പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 55 അധ്യായം 8 വാക്യം: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മെക്കാട്ടിലും നന്നായി വിചാരപ്പെടുന്ന, നന്നായി പദ്ധതി ഉണ്ടാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രിയരെ, നാം കരുതുന്നതിലും വലുതായി നമ്മെക്കുറിച്ച് കരുതുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളിലും ഉന്നതമാണ്. ദൈവത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വഴികൾ നമ്മെ വീട്ടിലെത്തിക്കുന്ന വഴിയാണ്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ വീട്ടിലെത്തുവോളം സൂക്ഷിപ്പാൻ, നിങ്ങൾക്ക് സ്വസ്ഥത തരുവോളം, സമാധാനം തരുവോളം, സന്തോഷം തരുവോളം വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 8 അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ ഒരു കുരുടൻ്റെ ചരിത്രം വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബെത്സയിദയിൽ എത്തിയപ്പോൾ യേശു കണ്ടുമുട്ടിയ ഒരു കുരുടൻ, അവനെ യേശു കർത്താവ് സൗഖ്യമാക്കി. 26 വാക്യത്തിൽ പറയുന്നു, അവനെ വീട്ടിലേക്ക് അവൻ അയച്ചു. നീ ഊരിൽ കടക്കുവരും അരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. വീട് അവൻ്റെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അവൻ്റെ കംഫർട്ടിൻ്റെ സ്ഥലമാണ്. അവൻ്റെ സന്തോഷം തരുന്ന സ്ഥലമാണ്. വീട്ടിനകത്ത് കെയർ ചെയ്യുന്ന, അവനെ പരിപാലിക്കുന്ന പലരും കാണും. എന്നാൽ തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവൻ കണ്ണ് കാണാത്തവനായി ഒരുപക്ഷെ അലഞ്ഞു നടന്നു കാണും. ദൈവം അവനെ വീട്ടിലേക്ക് അയച്ചു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ എവിടെ പോകണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു കുരുടനെ പോലെ നാം വഴിതപ്പി നടക്കുമ്പോൾ നമ്മുടെ കരം പിടിച്ച് നമ്മെ സൗഖ്യമാക്കി നിത്യമാകുന്ന ഭവനത്തിൽ, ദൈവീക സമാധാനത്തിൽ, ദൈവീക സന്തോഷത്തിൽ ചേർക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മോട് പറയുമായിരുന്നു എന്ന് തിരുവചനം പറഞ്ഞ കർത്താവ്. ആ തിരുവചന പ്രകാരം ആ വീട്ടിലേക്ക്, ദൈവമൊരുക്കുന്ന ഭവനത്തിലേക്ക് നമ്മെ എത്തുവോളം കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രിയരെ, തിരുവചനം പറയുന്നു, യേശു കർത്താവ് ആ ബെത്സയിദയിലെത്തി, ആ മനുഷ്യനെ കണ്ടുമുട്ടി. ബെത്സയിദ ഒരുപക്ഷെ ഒത്തിരി അവിശ്വാസമുള്ള തലമുറയുടെ സ്ഥലമാണ്. വേദപുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവിടെയാ കുരുടൻ താമസിച്ചത്. അവിടെയാ കുരുടൻ ഒത്തിരി അറിയാവുന്ന ആൾക്കാർ കാണും. താൻ ഒരു കണ്ണ് കാണാത്ത മനുഷ്യനായതുകൊണ്ട് തൻ്റെ മുമ്പാകെ ഉള്ളതിനെ തനിക്കൊരു ഐഡിയ ഉണ്ട്. താൻ എന്തായിരിക്കുന്നു, എവിടെയായിരിക്കുന്നു എന്ന് തനിക്ക് ഒത്തിരി ഫെമിലിയറായ സ്ഥലമാണ്. എന്നാൽ യേശു കർത്താവ് അവനെ കരം പിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. ഒരുപക്ഷെ നാം ഇരിക്കുന്ന ചുറ്റുപാടിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മെ നടത്തും. ഇതാ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അവൻ പുറത്ത് കൊണ്ടുവന്നു. അവൻ ഊരിന് പുറത്ത് കൊണ്ടുവന്നു. അവനെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. പ്രിയരെ, വേദപുസ്തകം പറയുന്നു, അവൻ നിൻ്റെ കൈ പിടിച്ച് നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന ദൈവമാ. നിന്റെ കരം പിടിച്ച് മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ദൈവമാ. കരം പിടിച്ചിട്ട് ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞ ദൈവമാ. അങ്ങനെയെങ്കിൽ കരം പിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. അവനെ ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുവന്നു. അവനെ പഴയ സ്ഥലത്ത് വെച്ചല്ല, ഒരു പുതിയ സ്ഥലത്തേക്ക്, അവൻ ഇരുന്ന സ്ഥലത്തു നിന്ന് അവനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ദൈവം അവനോട് ഇടപെട്ടു. തിരുവചനം പറയുന്നു, അവൻ്റെ കണ്ണിൽ തുപ്പി, അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു, കണ്ണിൽ തുപ്പി. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിൻ്റെ മുമ്പാകെ നാമും സമർപ്പിക്കാൻ തയ്യാറാണോ? ഒരുപക്ഷെ യേശു കരം പിടിച്ചപ്പോൾ, യേശു പുറത്ത് കൊണ്ടുപോയപ്പോൾ ആ കുരുടൻ അറിയത്തില്ല യേശു എന്താ ചെയ്യുന്നതെന്ന്. എന്നാൽ അവൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുന്ന സമയത്തും യേശു കർത്താവ് അവന് വേണ്ടി പ്രവർത്തിക്കുക. അവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സമയത്തും, അവന് കാണാൻ പറ്റാത്ത മണ്ഡലത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണുന്നില്ല, നിൻ്റെ കണ്ണുകൊണ്ട് നിനക്കതൊന്നും അറിയാൻ പറ്റുന്നില്ല. എങ്കിലും ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുക. നീ കണ്ണു തുറന്നു നോക്കുമ്പോൾ നീ അത്ഭുതത്തെ കാണും. നീ കണ്ണു തുറന്നു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണും. പ്രിയ
പ്രിയരെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത മണ്ഡലത്തിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. യേശു അവൻ്റെ കണ്ണിൽ തുപ്പി. ഒരു പക്ഷേ അത് ഏറ്റവും മനുഷ്യരുടെ മുമ്പാകെ അതൊരു നല്ല രീതി ആയിരിക്കത്തില്ല. പക്ഷേ യേശുവിൻ്റെ മുമ്പാകെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ക്രിസ്തുവിൻ്റെ നിന്ന ഏൽക്കാൻ നീ തയ്യാറാണോ? ക്രിസ്തുവിന് വേണ്ടി ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറാണോ? ക്രിസ്തുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണോ? കർത്താവെ, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ അത്ഭുതത്തെ നീ കാണും. അല്ലെങ്കിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിന് വേണ്ടി എന്തിനും തയ്യാറാണ്, കർത്താവിൻ്റെ സുവിശേഷത്തെ അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞേട്ടെ, കർത്താവെ, ഞാൻ തയ്യാറാണ്, ഞാൻ റെഡിയാ. നീ കണ്ണിലാണോ തുപ്പുന്നത്? നോ പ്രോബ്ലം, ഞാൻ റെഡിയാപ്പാ. നീ എൻ്റെ കണ്ണിൽ കൈവെക്കുന്നതിനാൽ സ്തോത്രം, നീ എന്നെ കരം പിടിക്കുന്നതിനാൽ സ്തോത്രം, നീ അത് തുപ്പിയതിനാൽ ക്രിസ്തുവിൻ്റെ നിന്ന ഞാൻ ഏക്കാൻ റെഡിയാ എന്ന് പറഞ്ഞാൽ നിശ്ചയമായി അത്ഭുതത്തെ കാണും. മറ്റാർക്കും ഇല്ലാത്ത അത്ഭുതം. തിരുവചനം പറയുന്നു, അവൻ കണ്ണു തുറന്നാറേ ഹല്ലേലൂയ, മനുഷ്യരെ ഹല്ലേലൂയ, ഞാൻ മരങ്ങൾ പോലെ കാണുന്നു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അവൻ മരത്തെക്കുറിച്ച് അറിയാം. ഒരുപക്ഷെ പണ്ട് മരങ്ങളെ കണ്ടവനായിരിക്കാം, പണ്ട് കാഴ്ചയുള്ളവനായിരിക്കാം. എന്നാൽ കർത്താവ് തൊട്ടു അവന് നഷ്ടപ്പെട്ട കാഴ്ചയെ ആ ദൈവം തിരിച്ചു കൊടുത്തു, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുത്തു, കണ്ണിനെ തുറന്നു. ഇന്ന് രാവിലെയും ഹല്ലേലൂയ, നഷ്ടപ്പെട്ടത് തിരിച്ചു തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, അവൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചാൽ മതി. നിന്നെ വീട്ടിലെത്തുവോളം സൂക്ഷിപ്പാൻ, നിന്നെ ജയത്തോടെ നടത്താൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. നിൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ കർത്താവിൻ്റെ വിചാരങ്ങൾ. അവൻ്റെ വിചാരങ്ങൾ ശ്രേഷ്ഠമാ, ഉന്നതമാ, മഹത്തായതാ. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.